ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? സുഖമല്ലേ? നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇതൊക്കെയാണ് റോസല്ല, മത്തിപ്പുളി. ഇത് കണ്ടോ? ഇത് നല്ലോണം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഇതാണ്. ഞാൻ വളരെ സർപ്രൈസ്ഡ് വെരി മച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മുടെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാമ്പ് സ്ത്രീ ഡ്രോപ്പ് അയച്ചു. ഞാനങ്ങനെ അവരെ എടുത്തു വന്നിട്ട് പിന്നെ ഞാൻ അവരെ വീട്ടിൽ തന്നെ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വീട്ടിലേക്ക് ഇറക്കാൻ വന്നു. ഇവരെ ഡ്രോപ്പ് ചെയ്യുന്ന തൊട്ട് അരികത്തുള്ള ഒരു വിശാലമായ സ്ഥലത്ത് നിറയെ മത്തിപ്പുളികളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നല്ല തരമാണ്, നല്ല പിങ്ക് വരുന്നതാണ്. കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ വെറുതെ നാച്ചുറലായിട്ട് വളരുന്നതാണ്. ഇത് കണ്ടോ, ഇതിൽ നിറയെ മത്തിപ്പുളിയുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ കുറച്ച് വിത്തെടുത്തു. മുന്നേ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ട് വളർത്തിയിട്ട് വീട്ടിൽ വലിയ ചെടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പലതും അറിയില്ല. ഇത് റോസല്ല എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ വളരെയധികം ഡിമാൻഡുള്ള ഒരു ടീ ആണ് റോസല്ല ടീ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ ഡിമാൻഡഡ് ആണിത്. ഇത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ ഒന്നുകിൽ ഇതളിങ്ങനെ എടുത്തിട്ട് ഇത് പറിച്ചെടുത്തിട്ട് ജ്യൂസാക്കാം. അതിൽ ലെമനും പിഴിഞ്ഞിട്ട് ജ്യൂസാക്കാം. ഇല്ലെങ്കിൽ ഇത് ഉണക്കിയെടുത്തിട്ട് ഇതാണ് ചായ ഉണ്ടാക്കുമ്പോൾ നല്ല വയലറ്റ് കളർ, നല്ല ഡാർക്ക് റെഡ് കളർ വരും. ഒരു ഇളം പുളിയോട് കൂടിയുള്ളതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെ കുറയും. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള വിത്തുകളുണ്ടാവും. ഇതാ കാണുന്നുണ്ടല്ലോ, ഈ വിത്തുകൾ നട്ടിട്ടാണ് ചെടികൾ ഉണ്ടാക്കുന്നത്. ഇതിന് ഏകദേശം 1 കിലോ, ഈ സാധനം ഉണങ്ങിയതിന് 1 കിലോ ഏകദേശം 700-800 രൂപയാണ്. ഇത് ഞാൻ തീർച്ചയായിട്ടും നട്ട് വളർത്തും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പിന്നെ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.